തമിഴ്നാട് മുഖ്യമന്ത്രിയും തെന്നിന്ത്യയിലെ പ്രമുഖ നടനുമായ സി ജോസഫ് വിജയ് തന്റെ ജ്യോതിഷിയെ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടിയായി നിയമിച്ചിരിക്കുന്നു. ഒരു ജ്യോതിഷിയെ സർക്കാർ സംവിധാനത്തിൽ നിയമിക്കുന്നത് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇത് ആദ്യമായിരിക്കും. റിക്കി രാധൻ പണ്ഡിറ്റ് വെട്രിവേൽ എന്ന സെലിബ്രിറ്റി ജ്യോതിഷിയെയാണ് വിജയ് തന്റെ സർക്കാരിന്റെ ഭാഗമാക്കിയത്. വിജയുടെ പാർട്ടിയുടെ വിജയം പ്രവചിച്ച വെട്രിവേൽ തമിഴ്നാട് രാഷ്ട്രീയ വൃത്തത്തില് നിരവധി പ്രമുഖരുമായി ജ്യോതിഷി ബന്ധമുള്ളയാളാണ്. അവരുടെയൊക്കെ വിശ്വസ്തനുമാണ്. ഈറോഡിൽ ജനിച്ച വെട്രിവേലിന് ജയലളിതയുമായിട്ടായിരുന്നു ബന്ധം. പിന്നീട് ഒരിക്കൽ അദ്ദേഹത്തിന്റെ പ്രവചനം പാളിയതോടെ അവർ തമ്മിൽ അകന്നു. അനധികൃത സ്വത്ത് സമ്പാദനത്തിൽ ജയലളിതയ്ക്ക് ജയിലിൽ പോകേണ്ടി വരില്ലെന്നായിരുന്നു അദ്ദേഹം ഉറപ്പ് കൊടുത്തത്. പക്ഷേ കോടതി അത് കേട്ടില്ലെന്ന് വേണം കരുതാൻ. ജയലളിത ജയിലിലായി. പിന്നീട് വെട്രിവേൽ സിംഗപ്പൂരിലായിരുന്നുവെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. എപ്പോഴോ ഡൽഹിയിലേക്ക് കുടിയേറി. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ പേര് വെട്രിവേൽ എന്ന് മാത്രമായിരുന്നു. ഡൽഹിയിലെത്തിയതോടെ ഉത്തരേന്ത്യൻ ജ്യോതിഷികളുടെ മാതൃക സ്വീകരിച്ച് രാധൻ പണ്ഡിറ്റ് വെട്രിവേൽ എന്ന് മാറ്റുകയായിരുന്നു. വിജയുമായി വെട്രിവേലിന് ഗാഢബന്ധമുള്ളതായി കരുതപ്പെടുന്നു. വിജയുടെ പാർട്ടിക്ക് തമിഴക വെട്രി കഴകം എന്ന പേര് നൽകിയതിന് പിന്നിലും സംഖ്യാശാസ്ത്രം പ്രവർത്തിച്ചിട്ടുണ്ട്. ഈ പേര് തെരഞ്ഞെടുത്തതും വെട്രിവേലാണത്രേ. പാർട്ടിയുമായി ബന്ധപ്പെട്ട ഇതുവരെയുള്ള എല്ലാ തീയതിയും സമയവും കുറിച്ചതും വെട്രിവേലാണ്. പാർട്ടി പ്രഖ്യാപനം, പാർട്ടി സമ്മേളനങ്ങൾ, നോമിനേഷൻ സമർപ്പണം, സത്യപ്രതിജ്ഞ ചടങ്ങുകൾ, ഇതിലൊക്കെ വെട്രിവേലിന്റെ കയ്യുണ്ട്. വേദിക് ജ്യോതിഷം, സംഖ്യാശാസ്ത്രം, ധ്യാനം ഇതൊക്കെയാണ് വെട്രിവേലിന്റെ മേഖല. വെട്രിവേലിന്റെ ബന്ധങ്ങൾ ഇവിടെയൊന്നും അവസാനിക്കുന്നില്ല. BJP, കോൺഗ്രസ്, DMK, AIADMK നേതാക്കളും അദ്ദേഹത്തിന്റെ ഉപദേശങ്ങൾ സ്വീകരിക്കുന്നു. BJP നേതാവ് അദ്വാനിയുടെ ഉപദേശകനാണെന്ന് വെട്രിവേൽ ഒരിക്കൽ അവകാശപ്പെട്ടിരുന്നു. കോർപ്പറേറ്റുകളിലെ പ്രമുഖർ, ഉയർന്ന സർക്കാർ ഉദ്യോഗസ്ഥർ, നടീനടന്മാർ, മന്ത്രിമാർ, ഗവർണർമാർ, പ്രധാനമന്ത്രിയുടെ ഓഫീസിലെ പ്രമുഖർ, ഇങ്ങനെ വെട്രിവേലിന്റെ ക്ലയൻസിന്റെ ലിസ്റ്റ് ചെറുതല്ല.